ഹലോ ഗീസ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ജാപ്പനീസ് സീരീസായ സുക്കിമിച്ചി മുള്ളേ ഫാൻറ്റസി സീസൺ 2 എപ്പിസോഡ് 14 ആണ്. വീഡിയോ കണ്ടതിന്റെ മാക്സിമം ലൈക്ക് അടിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ കുറേ സമയങ്ങളെ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇട്ട് പോകാം. എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ ഫെസ്റ്റിവലിന്റെ രണ്ടാമത്തെ ദിവസം കാണിച്ചുകൊണ്ടാണ്. അവിടെ ഒരു നോബൽ പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം സ്റ്റുഡൻസ് ഒക്കെ ഈ പാർട്ടിന് എങ്ങനെയാണ് ബിഹേവ് ചെയ്യണമെന്ന് നോക്കി അങ്ങനെ സ്റ്റുഡൻസിനൊക്കെ സെലക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും നല്ല രീതിക്കാണ് ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹീറോയും കുറെ നാൾക്ക് ശേഷം റംബ്രാഞ്ച് അമ്മയുടെ ഓണറിനെ കാണുന്നു. പെട്ടെന്ന് അങ്ങോട്ട് റംബ്രാഞ്ചിന്റെ വൈഫ് വരുന്നു. എന്റെ ഈ പുതിയ ഡ്രസ്സ് എങ്ങനെയുണ്ട് എന്ന് അവർ ചോദിക്കുന്നു. ഈ ഡ്രസ്സ് നിന്നേക്കാണ് ഒരു ഗോഡ്സിനെ പോലെ ഉണ്ട് എന്നാ റംബ്രാഞ്ച് പറയുന്നു. നിങ്ങളെ മീറ്റ് ചെയ്യാൻ ഒത്തിരി സന്തോഷമുണ്ട് മേഡം, നിങ്ങളുടെ ഹെൽത്ത് ഒക്കെ എങ്ങനെയുണ്ട് എന്ന് ഹീറോ അവരോട് ചോദിക്കുന്നു. ഇപ്പൊ കുഴപ്പമില്ല, നേരത്തെ കാര്യം നല്ല മാറ്റമുണ്ട് എന്ന് അവർ പറയുന്നു. എങ്കിൽ ശരി ക്വസ്റ്റിനോ, നീ പോയി പാർട്ടിക്ക് ഒന്ന് എൻജോയ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് അവരുടെ കൂടെ ഒരുമിച്ച് പോകുന്നു. പിന്നെ കാണിക്കുന്ന ഹീറോയുടെ ഒറ്റയ്ക്കുന്നതാണ്. ബാക്കിയുള്ള ഹ്യൂമൻസുമായിട്ട് വെറുതെ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ ഹീറോയുടെ ഒറ്റയ്ക്കാണ്. എക്സ്ക്യൂസ് മീ, നിങ്ങൾ ക്വസ്റ്റിനോ അല്ലേ, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതിന് കുഴപ്പമുണ്ടോ എന്ന് കഹാന ചോദിക്കുന്നു. അവളുടെ കൂടെയുള്ള 2 ബോഡി ഗാർഡ്സും ഡീമൻസ് ആണ്. ഈ കാര്യത്തെ പറ്റി അവൾക്ക് അറിയത്തില്ലെന്ന് തോന്നുന്നു എന്ന് ഹീറോ ആലോചിക്കുന്നു. എങ്കിൽ ശരി വാ നമുക്ക് സംസാരിക്കാം എന്ന് ഹീറോയും പറയുന്നു. പിന്നെ കാണിക്കുന്ന അവരുടെ കൂടെ സംസാരിക്കുന്നതാണ്. ഞാൻ ലെറ്റേഴ്സ് യൂസ് ചെയ്ത് സംസാരിച്ചിട്ട് അവളത് കണ്ടിട്ട് ഷോക്കായില്ല. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് എന്നെ പറ്റി നേരത്തെ അറിയായിരിക്കും എന്ന് ഹീറോ ആലോചിക്കുന്നു. ലോറ പീസസിനെ പറ്റി നിങ്ങൾക്ക് അറിയാവോ എന്ന് അവൾ ചോദിക്കുന്നു. അവരുടെ സ്ഥലത്ത് അവർക്ക് ഹൈ വാല്യൂ ആണുള്ളത്. അതുപോലെ പൊളിറ്റിക്സിന്റെ കാര്യം അവിടെ തന്നെയാണ് കൂടുതൽ നോക്കുന്നത് എന്ന് ഹീറോ പറയുന്നു. അതുപോലെ പ്രീസസിനെ കൊണ്ട് ഹൈ ലെവൽ സ്പീറ്റുമായിട്ട് സംസാരിക്കാൻ പറ്റും എന്ന് ഹീറോ ആലോചിക്കുന്നു. സത്യം പറഞ്ഞ ആ പ്രീസസ് ഇപ്പൊ ഹീറോ എബിക്കിലൂടെ ഉള്ളത് എന്ന് അവൾ പറയുന്നു. നിങ്ങളുടെ കടയുടെ ഫ്രണ്ടുള്ള കുറച്ച് ലെറ്റേഴ്സ് ഒക്കെ ഞാൻ കണ്ടായിരുന്നു. അതെല്ലാം ലോറിന്റെ സ്വന്തമായ കുറച്ച് സീക്രട്ട് സ്ക്രിപ്റ്റ് ആണ് എന്ന് അവൾ പറയുന്നു. അതിനെപ്പറ്റിയൊന്നും എനിക്കറിയത്തില്ല എന്ന് ഹീറോ പറയുന്നു. അതിനെ ഞങ്ങൾ സേജ് സ്ക്രിപ്റ്റ് എന്നും പറയും എന്ന് അവൾ പറയുന്നു. ഞാനൊന്നും വലിയ സേജ് ഒന്നുമല്ല എന്ന് ഹീറോ പറയുന്നു. ഞാൻ സേജ് എന്ന് ഉദ്ദേശിച്ചത് നിങ്ങൾ ഭയങ്കര ബുദ്ധിമാനാണെന്നല്ല. ആ സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നവർ കുറെ അധികം ദൂരെയുള്ള ഒരു കൺട്രിയിൽ നിന്നാണ് വരുന്നത്. അതുപോലെ തന്നെ അവർ നല്ല രീതിക്ക് തന്നെ പവർഫുൾ ആയിരിക്കും. അതുപോലെ നിങ്ങൾ ആ യൂസ് ചെയ്യുന്ന ടെസ്റ്റിന്റെ പേര് കാഞ്ചി എന്നല്ലേ, എന്റെ പേര് സീക്രട്ട് സ്ക്രിപ്റ്റ് ഇങ്ങനെയാണുള്ളത് എന്ന് പറഞ്ഞ് അവളുടെ പേര് കാണിക്കുന്നു. നിങ്ങളുടെ പേരുള്ള ക്വസ്റ്റിനോ ഏകദേശം എന്റെ പേരുള്ള പോലെ തന്നെ ഉണ്ട്. കൂവെന്ന് പറഞ്ഞ കാഞ്ചിയിൽ മെഡിസിൻ എന്നല്ലേ അർത്ഥം എന്ന് അവളെ ഹീറോയോട് ചോദിക്കുന്നു. സത്യം പറയാതെ ഒരു ചെടിയുടെ പേരാണ്, അത് ഞാൻ മെഡിസിൻ റിലേറ്റഡ് ആയിട്ട് വെക്കണമെന്ന് പറഞ്ഞു വെച്ചതാ എന്ന് ഹീറോ പറയുന്നു. ഓ, അങ്ങനെ നിങ്ങൾക്ക് മെഡിസിനെ പറ്റിയുള്ള നോളജ് കുറെ അധികം ഉണ്ടായിരിക്കും അല്ലേ. സേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ശരിക്കും പവർഫുൾ ആണ്, നിങ്ങളെ കൂടെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് അവൾ ചോദിക്കുന്നു. നീ ഉദ്ദേശിക്കുന്ന ആളൊന്നും ഞാനല്ല, നിനക്ക് ആള് മാറിപ്പോയായിരിക്കും എന്ന് ഹീറോ പറയുന്നു. നിങ്ങളെപ്പോലത്തെ സേജസിന് ലോറിൽ നല്ല രീതിക്ക് ബഹുമാനമുണ്ട്. അതുപോലെ ലോറിൽ സേജസിന് പ്രൊട്ടക്ഷൻ കൊടുക്കും എന്ന് അവൾ പറയുന്നു. ഞാൻ എപ്പോഴെങ്കിലും ഏതെങ്കിലും സേജിനെ കാണുകയാണെങ്കിൽ നിങ്ങളുടെ കൺട്രിയെ പറ്റി ഞാൻ പറയാം എന്ന് ഹീറോ പറയുന്നു. ആ 2 ഹീറോസ് നിങ്ങളുടെ വേൾഡിൽ നിന്നല്ലേ വന്നേക്കുന്നേ എന്ന് അവൾ ചോദിക്കുന്നു. ഞാൻ ഇതുവരെ അവരെ നേരിട്ട് കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല എന്ന് ഹീറോ പറയുന്നു. എന്തൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ സത്യം സമ്മതിച്ചാൽ റെഡിയല്ല, എപ്പോഴെങ്കിലും നിങ്ങളുടെ മനസ്സ് തുടങ്ങി എന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കഹാർ അവിടെ നിന്ന് പോകുന്നു. ഇതുപോലുള്ള ഒരു കൺട്രി തന്നെ എന്റെ വേൾഡിൽ നിന്ന് ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാനുണ്ട് എന്ന് ഹീറോ ആലോചിക്കുന്നു. അല്ല, ക്രിപ്റ്റോണിന്റെ സെക്കൻഡ് പ്രിൻസസ് നിങ്ങളെന്താ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത് എന്ന് കഹാർ ചോദിക്കുന്നു. ആ ഹീറോയ്ക്ക് വേണ്ടി ഇവൾ ടോമിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുവാണ്. കഹാർക്ക് നല്ല രീതിക്കാൻ അറിയാം. അല്ല, നിങ്ങളാരോ കണ്ടിട്ട് വന്ന പോലെ ഉണ്ടല്ലോ എന്ന് ലില്ലി ചോദിക്കുന്നു. അത് ഞാൻ ആ കൊസിനോമിനെ കാണാൻ പോയതാ, ആ മെഡിസിൻ കമ്പനിക്കുള്ള ആള്. എനിക്ക് കുറച്ച് സാധനത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു, അതാ ഞാൻ പോയി ഓർഡർ ചെയ്തിട്ട് വന്നത് എന്ന് കഹാറ പറയുന്നു. ഉറപ്പായിട്ട് ഇവള് പറയുന്ന കള്ളമാണ്. ഇവള് പറയുന്ന കാര്യം വെച്ച് നോക്കുമ്പോൾ ഇവക്കും ആ കൊസിനോമയ്ക്കും വലിയ കണക്ഷൻ ഒന്നും ഇല്ലെന്ന് തോന്നുന്നത് എന്ന് ലില്ലി ആലോചിക്കുന്നു. ഞാനും ആ കൊസിനോമിനെ കാണേണ്ടി വരുന്ന തോന്നുന്നത് കുറച്ച് ഓർഡർ കൊടുക്കാൻ എന്ന് ലില്ലി പറയുന്നു. നിങ്ങൾ അങ്ങനെ കടയിൽ പോയിട്ട് ക്യൂ നിന്ന് സാധനമൊക്കെ മേടിക്കാൻ പാടുണ്ടോ, നിങ്ങളൊരു പ്രിൻസസ് അല്ലേ, നിങ്ങൾക്ക് വേണ്ട സാധനം പറഞ്ഞാൽ മതി, ഞാൻ അതോടെ ചേർത്ത് ഓർഡർ ചെയ്തോളാം എന്ന് കഹാറ പറയുന്നു. കഹാറയുടെ കൂടെയുള്ള 2 ബോഡി ഗാർഡ്സ് ഡീമൺസ് ആണ്. അവർ 2 ടൊമിക്കയുടെ ചാമിങ്ങയുടെ കൺട്രോളിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർ 2 ടൊമിക്കയ്ക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് ലില്ലി ആലോചിക്കുന്നു. ഞാനിപ്പോൾ എന്റെ കണ്ടിൽ ഒരു ന്യൂ ടെക്നോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് ലില്ലി പറയുന്നു. ഇവള് ഗൺ പൗഡറിനെ പറ്റിയാണ് പറയുന്നത് എനിക്കറിയാം, എന്നാൽ അത് മാജിക്കിന് അത്രയും പവർഫുൾ ഒന്നും അല്ലല്ലോ എന്ന് കഹാർ ആലോചിക്കുന്നു. ക്രൂറലി അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അത് ഞങ്ങൾക്ക് തരുവാണെങ്കിൽ അത് ഞങ്ങൾക്ക് ശരിക്കും ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ലില്ലി പറയുന്നു. അതിന് കഹാരൻ തൽക്കാലത്തേക്ക് സമ്മതിക്കുന്നു. എങ്ങനെ ഇവള് ഞങ്ങൾക്കെതിരെ വല്ലതും ചെയ്യുവാണെങ്കിൽ ആ ഡീമൺസ് ഞങ്ങളെ അത് ഇൻഫോം ചെയ്തോളും, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് ലില്ലി ആലോചിക്കുന്നു. പിന്നെ കാണിക്കുന്ന റെംബ്രാഞ്ചസിനെയാണ്. കോസിനോട് അടുത്ത് ഞങ്ങളുടെ ഡ്രസ്സിനെ പറ്റി ചോദിച്ചാലാണ് ഞങ്ങൾ ആലോചിക്കുന്നത് എന്ന് റെംബ്രാഞ്ചസ് പറയുന്നു. നിങ്ങൾ ഭയങ്കര മോശപ്പെട്ട പിള്ളേരാണെന്ന് ഈ സ്കൂളിലെ കുറച്ച് പിള്ളേരാണ് ഞാൻ കേട്ടല്ലോ. ഇപ്പൊ നിങ്ങളുടെ സ്വഭാവത്തിനെല്ലാം മാറ്റമുണ്ട്. അപ്പൊ ഇതിനു മുമ്പ് നിങ്ങൾ ശരിക്കും മോശമായിരുന്നോ, നിങ്ങളെ വീട്ടിലോട്ട് പോകാം, നമുക്ക് ഇതിനെപ്പറ്റി സംസാരിക്കണം എന്ന് അവരുടെ അമ്മ ചോദിക്കുന്നു. ഇനി ഞങ്ങൾ മര്യാദ കിടന്നോളാം എന്ന് അവർ പറയുന്നു. പിന്നെ കാണിക്കുന്ന അവരെല്ലാം കൂടെ തനിയെ ഹീറോയിട്ട് സംസാരിക്കുന്നതാണ്. എന്റെ 2 മക്കളുടെ ഡ്രസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അവരുടെ അമ്മ ചോദിക്കുന്നു. അവരെ കാണാൻ ശരിക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു, അവരെ കണ്ണി ഷോക്കാട് ഇന്നുപോയി എന്ന് ഹീറോ പറയുന്നു. ആ റെംബ്രാഞ്ച് ഹീറോട് എന്തോ പറയാൻ നേരത്ത് ആ ഹെലിങ്കാർഡ് അങ്ങോട്ട് വരുന്നു. എന്നിട്ട് അവൻ ഹീറോയുടെ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുന്നു. എന്നാൽ ഹീറോ അവൻ ആരാണെന്ന് തന്നെ മറന്നുപോയി. നീ എന്നോട് ചെയ്തതിന് ഞാൻ നിന്നെ വെറുതെ വിടത്തില്ല എന്ന് അവൻ പറയുന്നു. ഞാൻ ഒരു പ്രൊഫസറാണ്, നിന്നോട് മര്യാദ കൂടെ സംസാരിക്കാൻ എന്ന് ഹീറോ പറയുന്നു. നിന്റെ എല്ലാ സുഹൃത്തിനും ഞാൻ നാളെ ഫെസ്റ്റിവലിനെ എല്ലാം ശരിയാക്കൂടാ, അവരെ നിനക്ക് രക്ഷിക്കാൻ പോലും പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ എന്നാ റംന ചോദിക്കുന്നു. നിങ്ങളൊന്നുകൊണ്ടും പേടിക്കണം, എന്റെ സ്റ്റുഡൻസിനെ ഞാൻ തന്നെ പ്രൊട്ടക്ട് ചെയ്തോളാം എന്ന് ഹീറോ പറയുന്നു. എന്നാലും ആ ചെറുക്കനേതാ എന്ന് ഹീറോ ആലോചിക്കുന്നു. പിന്നെ കഴിക്കുന്ന ഹീറോ കൂടെ സംസാരിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നത് ആ ചെറുക്കനാണെന്നാ. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ലൂ തരാം, കുഡ്സു റെസ്റ്റോറന്റ് നിങ്ങൾ മറന്നുപോയാ എന്ന് ഷീക്ക് പറയുന്നു. ആദ്യ ദിവസം ആ കുഡ്സു റെസ്റ്റോറന്റിലെ പെണ്ണിനെ രക്ഷിക്കാൻ പോയിട്ടാണ് ആ പ്രശ്നമൊത്തുണ്ടായത്. ഓ, ആ ചെറുക്കനായിരുന്നല്ലേ അത്, ഇപ്പൊ എനിക്ക് ഓർമ്മ വന്ന് എന്ന് ഹീറോ പറയുന്നു. പിന്നെ കഴിക്കുന്ന ഹീറോയോട് ആര് ഫെസ്റ്റിവലിന് പോകണമെന്നും പറഞ്ഞൊരു ഗെയിം കളിക്കുന്നതാണ്. അത് ലൂട്ടാണ് ജയിച്ചേക്കുന്നത്. ഇന്ന് കൊസ്റ്റിനോവ എനിക്ക് മാത്രമുള്ളതാണ് എന്ന് പറഞ്ഞ ടോമിനെ മീനെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ അടുത്ത് ക്ലോസ് ആയിട്ട് പറഞ്ഞു, കുറച്ച് നീങ്ങിയേ എന്ന് ഹീറോ പറയുന്നു. ക്ലോറിലുള്ളവർക്കൊക്കെ കാഞ്ചി അറിയാവോ എന്ന് ഹീറോ ചോദിക്കുന്നു. ഓ, നീ അപ്പൊ അവിടം വരെ അറിഞ്ഞല്ലേ. പറയുവാണെങ്കിൽ അവർക്ക് മൊത്തമൊന്നും അറിയത്തില്ല, അതൊരു വെർബൽ ലാംഗ്വേജ് പോലെ, അവർക്ക് കുറച്ചൊക്കെ അറിയാം എന്ന് ലൂട്ട പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ജാപ്പനീസ് സംസാരിക്കുവാണെങ്കിൽ അത് അവർക്ക് മനസ്സിലാവുമോ എന്ന് ഹീറോ ചോദിക്കുന്നു.
അതിനൊട്ടും ചാൻസ് ഇല്ല. അവർക്കത് മനസ്സിലാത്ത പോലുമില്ല. ചിലപ്പോൾ രണ്ട് ഹീറോസിനത് മനസ്സിലാവുമായിരിക്കും എന്ന് ലൂട്ട പറയുന്നു. പെട്ടെന്ന് അങ്ങോട്ടേക്ക് മിയ വരുന്നു. മിയ ഹീറോയ്ക്ക് വേണ്ടി ഫ്രൈഡ് ചിക്കൻ മേടിച്ചോണ്ട് വന്നേക്കുവാണ്. അടുത്തായിട്ട് ഞാൻ ഈ സാധനം ഉണ്ടാക്കാൻ വേണ്ടി പഠിക്കാൻ പോവാം മാസ്റ്റർ എന്ന് മിയ പറയുന്നു. അടുത്ത് നമുക്ക് ആ കടലോട്ട് പോയാലേ എന്ന് പറഞ്ഞ ടോമോ വരുന്നു. ഇന്നും ആക്കോട്ടെ എനിക്കുള്ള മാത്രമാണ്, നീയൊക്കെ പോടി എന്ന് പറഞ്ഞ ലൂട്ട ഹീറോനെ വിളിച്ചോണ്ട് പോകുന്നു. ഇവനെ തട്ടിയാലോ എന്ന് മിയയും ടോമോ ആലോചിക്കുന്നു. പിന്നെ കളിക്കുന്ന അക്കാദമിയാണ്. ഹീറോയും ലൂട്ടയും കൂടെ അയൽക്കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവൻ ലില്ലിനെ കാണുന്നു. ഓ ഞാൻ മറന്നു, എനിക്ക് പ്രധാനപ്പെട്ട ഒരു ജോലിയുണ്ട്. സാറിൽ ഇന്ന് കൊച്ചിനവനെ നിങ്ങളെ വെച്ചോ എന്ന് പറഞ്ഞിട്ട് അവനോട് പോകുന്നു. ഇവനിങ്ങനെ പെട്ടെന്ന് പോകുന്നതാണ് പരിക്കത്തോ ഡൗട്ട് അടിക്കുന്നത്. അടുത്ത വള്ളിയും പിടിച്ചോണ്ട് വരുന്ന മതിയായിരുന്നു എന്ന് ഹീറോ ആലോചിക്കുന്നു. പിന്നെ കാണിക്കുന്ന ഹീറോയുടെ സ്റ്റുഡൻസിനെയാണ്. അപ്പൊ നിങ്ങളാണ് യങ് മാസ്റ്ററിന്റെ സ്റ്റുഡൻസ് എന്ന് ടോമയെ നോക്കുന്നു. സ്റ്റുഡൻസ് എല്ലാവരെയും അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഷീക്ക്, ഈ വീക്കായിട്ടുള്ളവർക്കൊക്കെ നീയാണോ ട്രെയിനിങ് കൊടുത്തേക്കുന്നത് എന്ന് മിയ ചോദിക്കുന്നു. ഇവരുടെ ഷീക്കോട് പോലും മര്യാദയില്ല സംസാരിക്കുന്നത്, ഇവർ ഷീക്കിനെക്കാട്ടി സ്ട്രോങ് ആണോ എന്ന് സ്റ്റുഡൻസ് ചോദിക്കുന്നു. അതെ, ടോമയെ മിയ ഷീക്കിനെക്കാട്ടി കുറെ അധികം സ്ട്രോങ് ആണ് എന്ന് ഹീറോ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇവർ ഷീക്കിനെക്കാട്ടി വലിയ മോൺസ്റ്റേഴ്സ് എന്നാ തോന്നുന്നത്. എന്നാൽ പിള്ളേർ നോക്കുന്നു. ഈ പിള്ളേർക്ക് ശരിക്കും പൊട്ടൻഷ്യൽ ഉണ്ട്, നിനക്കത് മനസ്സിലാവത്താണ് മിയ. നീ നമ്മുടെ മാസ്റ്ററിന്റെ സ്റ്റുഡൻസിന് ഇങ്ങനെ വില കുറച്ചൊന്നും കാണരുത് എന്ന് ടോമയെ പറയുന്നു. മിയനെ സംഭവിച്ച് ഈ പിള്ളേരൊക്കെ ഭയങ്കര വീക്ക് എന്ന് പറഞ്ഞ കാര്യം കറക്റ്റാണ് എന്ന് ഹീറോ ആലോചിക്കുന്നു. നീ മാസ്റ്റർ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ സംസാരിക്കാനും പാടില്ല എന്ന് ടോമോ പറയുന്നു. അതിന് ഞാനെപ്പോ ഇൻസൾട്ട് ചെയ്ത് എന്ന് മിയ ചോദിക്കുന്നു. ഇപ്പഴല്ലേ നീ പറഞ്ഞേ എന്ന് പറഞ്ഞ രണ്ടും കൂടെ അവൾക്ക് അടി ഉണ്ടാക്കുന്നു. ഷീക്ക്, നീ പിള്ളേർക്ക് പറഞ്ഞ ആ കാര്യം എന്ന് ഹീറോ ചോദിക്കുന്നു. ഇലങ്കാട് അവരെ എങ്ങനെ വേണമെങ്കിൽ അറ്റാക്ക് ചെയ്യുമെന്ന് ഞാൻ അവർക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്ന് ഷീക്ക് പറയുന്നു. ഗെയിമിൽ ആർക്ക് വേണമെങ്കിൽ നിങ്ങളെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങൾ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി റെഡി വേണം നിൽക്കാൻ. അതുപോലെ നിങ്ങൾ അതിൽ ഓവർ കോൺഫിഡൻസ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അറ്റാക്കിലേക്ക് ചെറിയ റെസിസ്റ്റൻസ് ഒക്കെ വെക്കാൻ പോവാ എന്ന് ഹീറോ പറയുന്നു. എന്ത് ഫൈറ്റ് ഞങ്ങളുടെ ഫുൾ പവർ യൂസ് ചെയ്യാൻ പാടില്ലേ എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് ഷോക്കാവുന്നു. ഏതൊക്കെ സ്റ്റുഡൻസിന്റെ ഏതൊക്കെ പവറാണ് അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത്, ആ പവർ ഒന്ന് യൂസ് ചെയ്യാൻ പാടില്ലെന്ന് ഹീറോ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ജയിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. യങ് മാസ്റ്റർ ഇതെല്ലാം നിങ്ങളുടെ മല്ലൈന് വേണ്ടിയാണ് ചെയ്തേക്കുന്നത്. നിങ്ങൾ ഒരാറ്റാക്കി തന്നെ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ പുതിയ സ്കില്ലിനെ പറ്റി ഒന്ന് ആലോചിക്കത്ത് പോലുമില്ല. ഇത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങളെ കൊണ്ട് ഒട്ടും പറ്റാത്തൊരു അവസരമാണെങ്കിൽ നിങ്ങളുടെ ഫൈനൽ റൺ കാർഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം എന്ന് ഷീക്കി അവരോട് പറയുന്നു. പിന്നെ കാണിക്കുന്ന പ്രിൻസസ് ലില്ലി ലൂട്ടും കൂടെ സംസാരിക്കുന്നതാണ്. അല്ല, പ്രിൻസസ് ലില്ലി എന്തിനാ എവിടെ വന്നേക്കുന്നേ എന്ന് ലൂട്ട ചോദിക്കുന്നു. അല്ല, നീ എന്തിനാ ക്വസ്റ്റിനോ ട്രെയിനിങ് ആളോട് കറങ്ങി നടക്കുന്നേ? എങ്ങാനും ഞാൻ അവരെ അറ്റാക്ക് ചെയ്യുവാണെങ്കിൽ നീ അതിനകത്ത് ഇൻവോൾവ് ആവോ എന്ന് ലില്ലി ചോദിക്കുന്നു. ഞാൻ അവരോട് അത്രയും ക്ലോസ് ഒന്നുമില്ല എന്ന് ലൂട്ട പറയുന്നു. ആ ടോമോ അവളെ ഞങ്ങളുടെ ഹീറോ ടോമോയ്ക്ക് വേണമെന്ന് പറഞ്ഞു. ആ ക്വസ്റ്റിനോടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും അവളെ എന്റെ സ്വന്തമാക്കണം എന്ന് ലില്ലി പറയുന്നു. എന്റെ അടുക്കെ ചോദിക്കുവാണെങ്കിൽ നീ അവരുമായിട്ട് ഒരു വള്ളിക്കും പോലെന്ന് ഞാൻ പറയത്തുള്ളൂ. അവരുമായിട്ട് പ്രശ്നത്തിന് പോകണം, ഡീമൻ ആർമിയായിട്ട് പ്രശ്നത്തിന് പോകണം ഒരേപോലെ തന്നെ. വെറുതെ വള്ളിയൊന്നും ഒരു തല വെക്കണ്ട എന്ന് ലൂട്ട പറയുന്നു. അപ്പൊ അവർക്ക് ഡീമൻ ആർമിയായിട്ട് കണക്ഷൻ ഉണ്ടോ എന്ന് ലില്ലി ചോദിക്കുന്നു. ഇല്ല, ഞാനൊരു ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞ കോസിനോ നിങ്ങൾ വിചാരിക്കുന്നതിന് പവർഫുൾ ആണ്, നീ കുറച്ച് കെയർഫുൾ ആയിട്ടിരിക്കുന്നതല്ലേ എന്ന് ലൂട്ട പറയുന്നു. പാസ്റ്റിൽ ആ ഡീമസ്ലേയർ സോഫിനെ പറ്റി നീ കുറെ പോസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എനിക്ക് തന്നായിരുന്നല്ലോ, അതെന്തിനായിരുന്നു എന്ന് അവളെ ചോദിക്കുന്നു. അത് പറയുവാണെങ്കിൽ എന്റെ കുറച്ച് പേഴ്സണൽ കാര്യമാണ്, അതിനെപ്പറ്റി ഞാൻ നിന്നോട് പിന്നെ പെയിലും പറയാം എന്ന് ലൂട്ട പറയുന്നു. ഈ ഫെസ്റ്റിവലിൽ ഏതെങ്കിലും സ്ട്രോങ് ആയിട്ട് ഒരു പാർട്ടി മെമ്പറിനെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ആ പ്രിൻസസ് ലില്ലി വന്നേക്കുന്നത്. അതുപോലെ ഹീറോനെ കൊല്ലാൻ വേണ്ടിയും കുറെ അധികം പ്ലാൻ ഈ ഫെസ്റ്റിവൽ വന്നിട്ടുണ്ട്. എന്നാൽ ഹീറോ അതിൽ നിന്നെല്ലാം തന്നെ നിസാരോടെ രക്ഷപ്പെടുന്നു. അതുപോലെ ഹീറോനെ മെർച്ചന്റ് ഗിൽഡിൽ വിളിച്ചിട്ടുണ്ട്. ഇപ്പം പിന്നെ കാണിക്കുന്ന ഹീറോയും കൊസിനെയും കൂടെ സംസാരിക്കുന്നതാണ്. ആ ഗിൽഡ് മാസ്റ്ററിന്റെ ഫ്രണ്ടാണ്. നിനക്ക് പറയാൻ ഞാൻ അവിടെ പൊക്കോളാം എന്ന് പറയാൻ റംറാഞ്ച് ആ സ്ഥലത്തോട്ട് പോകുന്നു. അവർ രണ്ട് മക്കളുടെ മാച്ച് ചെയ്യുന്നുണ്ട്. അതുപോലും കാണാതെ എനിക്ക് വേണ്ടി അവർ പോവാണ്. ഒത്തിരി നന്ദിയുണ്ട് റംറാഞ്ച് എന്ന് ഹീറോ ആലോചിക്കുന്നു. പിന്നെ കാണിക്കുന്ന മാച്ച് ഇറക്കുന്ന സ്ഥലമാണ്. ഹീറോയുടെ സ്റ്റുഡൻസിനെ എല്ലാവരെയും ടഫ് ആയിട്ടുള്ള ആളുകളാണ് ഇട്ടേക്കുന്നത്. ഹിലങ്കാന്റെ ഫാമിലി ഈ ഫെസ്റ്റിവൽ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അത്രയും പവർഫുൾ ആയ ഫാമിലിയാണോ എന്ന് ഹീറോ നോക്കുന്നു. അതുപോലെ തന്നെ ടെമ്പിളിന്റെ പങ്ക് ഇതിനകത്തുണ്ട്. ഹ്യൂമൻസിന്റെ വിഷയത്തിൽ തലയിടണമെന്നും പറഞ്ഞ് ഞാൻ ഭയങ്കര സമാധാനത്തോടെ പോയിക്കൊണ്ടിരുന്നത്. ഇവരെല്ലാരും കൂടെ എന്റെ ക്ഷമ പരീക്ഷിക്കുവാന്ന് തോന്നുന്നു. എന്റെ കയ്യിൽ നിന്ന് പോകാറുന്ന കൊള്ളാം എന്ന് പറഞ്ഞ ഹീറോ നരരിക്കുന്ന ദേഷ്യത്തിലാണ്. ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഹീറോ ബാക്കിയുള്ളവരോട് വള്ളി പിടിക്കുന്ന മര്യാദക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ബാക്കിയുള്ളവരാണ് ഹീറോയുടെ പ്രശ്നത്തിന് വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി എന്തൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. വീഡിയോ ഇതിൽ കണ്ടെല്ലാം മാക്സിമം ലൈക്ക് അടിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത എപ്പിസോഡിൽ കാണുന്നത് ബൈ ബൈ.